എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2 മൂന്നാം എപ്പിസോഡ് 6 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്കുള്ള ഫ്ലാഷ് ബാക്കോടെയാണ് ആരംഭിക്കുന്നത്. ജാപ്പനീസ് അസാസിനായ ക്യൂ ഒരു ഹോട്ടൽ ജീവനക്കാരിയുടെ വേഷം ധരിച്ച് ഒരു ഹോട്ടൽ മുറിയിലേക്ക് നടന്നു പോവുകയാണ്. അവളുടെ ചെവിയിലെ ഇയർ പീസിലൂടെ കുസനാഗി നിർദ്ദേശം നൽകുന്നു. ഒരു തീവ്രവാദി ബന്ദി സാഹചര്യത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു വിഐപിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതാണ് ദൗത്യം. ക്യൂ മുറിക്കുള്ളിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബന്ദികളുണ്ടെന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല, ചില തീവ്രവാദികൾ സാധാരണ ബന്ദികളായി നടിച്ച് അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമാണെന്ന് മനസ്സിലാക്കിയ ക്യൂ കുസ്നാഗിയോട് ടീമിനെ അകത്തേക്ക് അയക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ കുസ്നാഗി അവളുടെ വാക്ക് കേൾക്കുന്നില്ല. പകരം ജെയെയും അവന്റെ ടീമിനെയും അകത്തേക്ക് കടക്കാൻ ഉത്തരവിടുന്നു. ജെ ആദ്യം പുറത്തുണ്ടായിരുന്ന കാവൽക്കാരെ ഇല്ലാതാക്കുകയും വാതിൽ തുറക്കുകയും ചെയ്യുന്നു. പക്ഷേ വാതിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ബോബി ട്രാപ്പ് ചെയ്തിരുന്നതാണ്. വൻ സ്ഫോടനത്തിൽ ജെ നിലത്തേക്ക് തെറിച്ചു വീഴുന്നു. അവനെ സഹായിക്കാൻ ക്യൂ ഓടിയെത്തുന്നു. എന്നാൽ അതിനിടയിൽ ജിൻമാൻ അവളെ മറ്റൊരു മുറിയിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. അവൾ ഒരു സാധാരണ ഹോട്ടൽ ജീവനക്കാരിയാണെന്നാണ് ജിൻമാൻ കരുതുന്നത്. അതുകൊണ്ട് അവളോട് ഇവിടെ തന്നെ ഒളിച്ചിരിക്കാൻ പറയുകയും താൻ തിരികെ വരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ കഥ വർത്തമാനകാലത്തിലേക്ക് മാറുന്നു. ജപ്പാനിലെ ഒസാക്കയിലെ ഒരു നൈറ്റ് ക്ലബിലാണ് ക്യൂ. ബാബിലോണിൽ നിന്ന് മോഷണം നടത്തിയ ദിമിത്രി എന്ന ആളെയാണ് അവളുടെ ലക്ഷ്യം. അവൾ അവനെ വാഷ്റൂമിലേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോയ ശേഷം യാതൊരു മടിയും കൂടാതെ കൊലപ്പെടുത്തുന്നു. അതിനു പിന്നാലെ അവൾക്ക് അടുത്ത ദൗത്യം ലഭിക്കുന്നു. ഈ തവണ ലക്ഷ്യം ജിൻമാനും ജിയാനുമാണ്. അടുത്തതായി കഥ ജപ്പാനിലെ ബാബിലോണിന്റെ പരിശീലന കേന്ദ്രത്തിലേക്ക് മാറുന്നു. അവിടെ ക്യൂ ജെയ്ക്കും അവന്റെ ടീമിനും അവരുടെ പരിശീലനത്തെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു. തുടർന്ന് അവർക്ക് പുതിയ ദൗത്യം ദക്ഷിണ കൊറിയയിലാണെന്ന് അവൾ അറിയിക്കുന്നു. ഇതിനിടെ ഹാനംതോയിൽ വൂജിൻ തന്റെ ബോട്ടിലുണ്ടായിരുന്ന തോക്കുകൾ കടലിലേക്ക് എറിഞ്ഞു കളയുന്നു. ഇത് കണ്ട ജിയാൻ ഞെട്ടിപ്പോവുകയാണ്. ഒരു വാക്കുപോലും പറയാതെ അവൾ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലെത്തിയ ശേഷം അവൾ മുർത്തെ ഹെൽപ്പ് എന്ന വെബ്സൈറ്റ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അത് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സന്ദേശം മാത്രമാണ് കാണിക്കുന്നത്. അല്പസമയത്തിന് ശേഷം വൂജിൻ ജിയാന്റെ വീട്ടിലെത്തി സംഭവിച്ചതെല്ലാം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾക്ക് അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവനെ തിരിച്ചയക്കുകയാണ്. വൂജിൻ പോയതിനു ശേഷം ദ്വീപ് വിടുമ്പോൾ ബ്രദർ തന്നിരുന്ന ബാഗ് ജിയാൻ തുറക്കുന്നു. അതിനുള്ളിലെ സാധനങ്ങൾ ഉപയോഗിച്ച് അവൾ വീണ്ടും പുറത്തേക്ക് പോവുകയും വൂജിന്റെ ബോട്ടിലും വീടിനും ചുറ്റുമായി ചെറിയ രഹസ്യ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് ക്യൂവും ജെയും ദക്ഷിണ കൊറിയയിലേക്ക് യാത്ര ചെയ്യുകയാണ്. വഴിമധ്യേ അവർ ജിൻമാനെ കുറിച്ച് സംസാരിക്കുന്നു. ബാബിലോണിൽ ജിൻമാനെ ചേർക്കാൻ ആദ്യം ശുപാർശ ചെയ്തത് ക്യൂ തന്നെയായിരുന്നുവെന്ന് ജെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഥ വീണ്ടും 6 വർഷം മുമ്പുള്ള ഹോട്ടൽ സംഭവങ്ങളിലേക്ക് മടങ്ങുന്നു. ജിൻമാൻ പരിക്കേറ്റ ജയെ സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചിഴയ്ക്കുന്നു. തുടർന്ന് തന്റെ സഹപ്രവർത്തകനായ ഹോണ്ടയുടെ സഹായത്തോടെ തീവ്രവാദികളെ ഒരാളായി വീഴ്ത്തി തുടങ്ങുകയാണ്. അതിനിടെ ഒളിഞ്ഞിരിക്കുന്ന 2 പേർ കൂടി പുറത്തു വരികയും ക്യൂയെ ബന്ദിയാക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്യൂ ജിൻമാനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ണിറുക്കുന്നു. അടുത്ത നിമിഷം തന്നെ അവൾ അതിവേഗത്തിൽ ആക്രമിച്ച് ആ 2 തീവ്രവാദികളെയും കൊന്നുകളയുകയാണ്. എല്ലാം അവസാനിച്ചതിന് ശേഷം ജിൻമാൻ കൊറിയൻ സ്പെഷ്യൽ ഫോഴ്സിലെ ഏജന്റാണെന്ന് കുസനാഗിയോട് സ്വയം പരിചയപ്പെടുത്തുന്നു. ജി തന്റെ ജീവൻ രക്ഷിച്ചതിന് ജിൻമാനോട് നന്ദി പറയുന്നു. ക്യൂ ജിൻമാനെ ഒരു ഡ്രിങ്ക്സിന് ക്ഷണിച്ചെങ്കിലും കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യം വിടേണ്ടതിനാൽ ഇപ്പോൾ സാധിക്കില്ലെന്ന് ജിൻമാൻ പറയുന്നു. അടുത്ത തവണ കാണുമ്പോൾ തീർച്ചയായും ഒരുമിച്ച് കുടിക്കാമെന്ന് അവൻ വാക്ക് നൽകുന്നുണ്ട്. വീണ്ടും പ്രസന്റിൽ ജാപ്പനീസ് സംഘം ബാബിലോണിന്റെ ദക്ഷിണ കൊറിയയിലെ താമസ സ്ഥലത്തെത്തുന്നു. അവിടെ മുറിയിൽ ബെയിൽ നിൽക്കുന്നത് അവർ കാണുന്നു. ക്യൂ സ്വയം പരിചയപ്പെടുത്തി കൈ നീട്ടുന്നുണ്ട്. പക്ഷെ ബെയിൽ അവളുടെ കൈ കുലുക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് നടക്കുന്ന യോഗത്തിൽ കുസനാഗി പുതിയ പദ്ധതി വിശദീകരിക്കുന്നു. മുർത്തെ ഹെൽപ്പ് ഇനി ഒരു മൊബൈൽ ആപ്പായി മാറ്റിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ആയുധ ഇടപാടുകൾക്കുള്ള ഒരു തുറന്ന മാർക്കറ്റായി അതിനെ മാറ്റുകയാണ് ലക്ഷ്യം. ആവശ്യത്തിന് ഉപയോക്താക്കൾ ലഭിച്ചാൽ പിന്നീട് ജിയാന്റെ തലയ്ക്ക് വലിയ ബൗണ്ടി പ്രഖ്യാപിക്കുമെന്നും അവൾ പറയുന്നു. ഹാനംദോയിൽ ജിയാൻ ഒരു പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ബ്രദറിന് സന്ദേശം അയച്ച് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവൾ ക്യാമറകളിലൂടെ വൂജിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രാത്രി വൂജിൻ തന്റെ ബോട്ടുമായി കടലിലേക്ക് പോകുന്നു. അവിടെ മറ്റൊരു ബോട്ടിലുണ്ടായിരുന്ന ഒരു വയോധികനെ അവൻ കാണുന്നു. ആ വയോധികൻ ബോട്ടിന്റെ ചരക്ക് സൂക്ഷിക്കുന്ന ഭാഗം തുറന്നു കാണിക്കുമ്പോൾ അവിടെ നിരവധി ചെറിയ കുട്ടികൾ ഒളിച്ചിരിക്കുന്നതായി കാണാം. അവരിൽ ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി രക്തസ്രാവം ഉണ്ടാകുന്നു. അവൾ മരിച്ചാൽ ജയിലിൽ പോകാൻ തനിക്ക് കഴിയില്ലെന്നും അതിനാൽ അവളെ കടലിലേക്ക് എറിഞ്ഞുകളയാമെന്നും വയോധികൻ പറയുന്നു. എന്നാൽ വൂജിൻ അത് ചെയ്യാൻ വിസമ്മതിക്കുന്നു. അവളെ ആശുപത്രിയിൽ എത്തിക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിൽ പ്രകോപിതനായ വയോധികൻ വൂജിനെ ആക്രമിക്കാൻ പോകുന്ന നിമിഷം ജിയാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അവനെ അടിച്ചു വീഴ്ത്തുകയാണ്.
തുടർന്ന് ജിയാനും വൂജിനും ചേർന്ന് ആ പെൺകുട്ടിയുടെ മുറിവ് കെട്ടുന്നു. കരയിലെത്തിയ ശേഷം കുട്ടികളെ അവരുടെ മാതാപിതാക്കൾക്ക് സുരക്ഷിതമായി കൈമാറുന്നു. അപ്പോൾ വൂജിൻ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. കുടിയേറ്റക്കാർക്ക് കുട്ടികളുമായി രാജ്യത്ത് പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ അവരെ രഹസ്യമായി കടത്തിക്കൊണ്ടുവരാൻ താൻ സഹായിക്കാറുണ്ടെന്നാണ് അവൻ പറയുന്നത്. തോക്കുകൾ തന്റെ ബോട്ടിൽ കയറ്റിയത് ആ വയോധികനാണെന്നും അതിനുള്ളിൽ തോക്കുകളാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അവൻ പറയുന്നു. പോലീസിൽ കീഴടങ്ങി എല്ലാം തുറന്നു പറയാമെന്നും അവൻ തീരുമാനിക്കുന്നുണ്ട്. അതേസമയം ബ്രദറിൽ നിന്ന് ജിയാന് ഒരു സന്ദേശം ലഭിക്കുന്നു. പുതിയ മുർത്തെ ഹെൽപ്പ് ആപ്പ് തങ്ങളുടേതല്ലെന്നാണ് ബ്രദർ അറിയിക്കുന്നത്. ഇതിനിടെ കുസനാഗി ബെയിലിന് ഒരു പരീക്ഷണ ദൗത്യം ഒരുക്കുന്നു. രണ്ട് പ്രാദേശിക ഗ്യാങ്ങുകൾ തമ്മിൽ വലിയ സംഘർഷം നടക്കുന്ന ഒരു നൈറ്റ് ക്ലബിലാണ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ക്യൂവിനെയും അവളുടെ ടീമിനെയും ബെയിലിനെയും അവിടെ അയച്ച് എല്ലാ ഗ്യാങ് അംഗങ്ങളെയും കൊല്ലാൻ കുസനാഗി ഉത്തരവിടുന്നു. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി തോന്നണമെന്നും അവൾ നിർദ്ദേശിക്കുന്നു. ബെയിൽ ടീമിനൊപ്പം ശരിയായി പ്രവർത്തിച്ചാൽ അവനെ ജീവനോടെ വിടാമെന്നും അവൾ പറയുന്നു. ടീം ക്ലബിലേക്ക് കടന്നതോടെ അതിഗംഭീരമായ ഒരു ആക്ഷൻ രംഗം നടക്കുകയാണ്. എന്നാൽ ബെയിൽ കൂടുതലായും ഒന്നും ചെയ്യാതെ വെറുതെ നിൽക്കുന്നു. ദൗത്യം അവസാനിച്ചപ്പോൾ ക്യൂവും സംഘവും ബെയിലിനെ തന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. അവസാന നിമിഷം കുസനാഗി ഇടപെട്ട് ആക്രമണം നിർത്താൻ ഉത്തരവിടുകയാണ്. ജിൻമാനെ നേരിടാൻ ബെയിൽ ഉപകാരപ്പെടുമെന്ന് അവൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം ക്യൂവും ബെയിലും പരസ്പരം കൈകൊടുത്ത് ഒരു ധാരണയിലെത്തുന്നു. പിറ്റേന്ന് രാവിലെ ജിയാനും വൂജിനും തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട്. മീൻ മാർക്കറ്റിലെ സ്ത്രീകളും അത് ശ്രദ്ധിക്കുന്നു. വൂജിൻ പോയ ശേഷം ജിയോംരെ ജിയാന് ഭക്ഷണം തയ്യാറാക്കുന്നു. ജിയാൻ സ്ത്രീകളോട് എല്ലാവരും വൂജിനെ മകൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം ചോദിക്കുന്നു. ജിയോംരെ അവന്റെ ജീവിതകഥ പറയുന്നു. വൂജിന്റെ അച്ഛൻ മരിച്ചു, അമ്മ അവനെ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം മുത്തച്ഛനാണ് അവനെ വളർത്തിയത്. പക്ഷേ ഒരു ദിവസം മുത്തച്ഛന്റെ ബോട്ട് മുങ്ങി അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ദ്വീപിലെ എല്ലാ സ്ത്രീകളും മാറി മാറി വൂജിനെ വളർത്തി. അതുകൊണ്ടാണ് അവൻ ദ്വീപിന്റെ മകനായി മാറിയത്. കുറച്ചു സമയത്തിന് ശേഷം വൂജിൻ ചില സാധനങ്ങളുമായി ജിയാന്റെ വീട്ടിലെത്തുന്നു. പഴയ നാവികൻ ഉപയോഗിച്ചിരുന്ന മുർത്തെ ഹെൽപ്പ് അക്കൗണ്ടിന്റെ യൂസർ നെയിമും ഐഡിയും അവൻ ജിയാന് നൽകുന്നു. എന്നാൽ തനിക്ക് അത് പ്രവർത്തിച്ചില്ലെന്നും അവൻ പറയുന്നു. ജിയാൻ അവനെ അകത്തേക്ക് ക്ഷണിച്ച് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ പറയുന്നു. അതിനൊപ്പം പോലീസിൽ കീഴടങ്ങരുതെന്നും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഈ ദ്വീപിലെ പ്രായമായ സ്ത്രീകളെ നോക്കാൻ പിന്നെ ആരുണ്ടാകുമെന്നാണ് അവൾ ചോദിക്കുന്നത്. വീടിന് ചുറ്റുമുള്ള എല്ലാ കെണികളെയും കുറിച്ച് വൂജിൻ ചോദിക്കുമ്പോൾ ആരെങ്കിലും തന്നെ കൊല്ലാൻ വരാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് അവയെല്ലാം ഒരുക്കിയതെന്നും ജിയാൻ പറയുന്നു. രാത്രിയിൽ ഓടുന്ന ശീലവും അതുകൊണ്ടാണെന്നും എപ്പോൾ വേണമെങ്കിലും രക്ഷപ്പെടാൻ തയ്യാറായിരിക്കുകയാണ് താൻ ചെയ്യുന്നതെന്നും അവൾ പറയുന്നു. അടുത്തതായി യോങ് എന്ന ചൈനീസ് ഗ്യാങ് നേതാവിനെ കാണിക്കുന്നു. തങ്ങളുടെ തോക്കുകൾ മറ്റൊരാൾക്ക് കൈമാറിയ ആളെ കണ്ടെത്താൻ അവന്റെ ആളുകൾ തിരച്ചിൽ നടത്തുകയാണ്. അതോടൊപ്പം ജിയാനെ കണ്ടെത്തി അവളുടെ തലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ബൗണ്ടി സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നു. ആ രാത്രി വൂജിൻ ജിയാനോടൊപ്പം ഓട്ടത്തിന് ചേരുകയാണ്. ജിയാനും അതിനെതിർക്കുന്നില്ല. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അത് അവരുടെ പതിവായി മാറുന്നു. ജിയാൻ മീൻ മാർക്കറ്റിലെ സ്ത്രീകളുമായി കൂടുതൽ അടുക്കുന്നു. വൂജിനുമായുള്ള ബന്ധവും ശക്തമാകുന്നു. എന്തിനു പറയുന്നു, അവൾ വീടിന് ചുറ്റുമുണ്ടായിരുന്ന ക്യാമറകൾ പോലും ഓഫ് ചെയ്യുന്നു. അവസാനം അവൾ ആ ദ്വീപ് സമൂഹത്തിന്റെ ഒരു യഥാർത്ഥ അംഗമായി മാറുകയാണ്. എന്നാൽ ആ സന്തോഷം അധിക നാൾ നീളുന്നില്ല. യോങ് പഴയ നാവികന്റെ ബോട്ടിലെത്തി തന്റെ തോക്കുകൾ മറ്റൊരാൾക്ക് വിറ്റുവെന്ന് ആരോപിക്കുന്നു. ജിയാനെ കണ്ടെത്താൻ സഹായിച്ചാൽ ജീവൻ വിടാമെന്ന് അവൻ ആ വയോധികന് വാഗ്ദാനം നൽകുന്നു. ഇതിനിടെ വൂജിനോട് സംസാരിക്കുമ്പോൾ ജിയാൻ തന്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ്. സ്വയം രക്ഷിക്കാനാണ് മാമൻ തന്നെ ഇത്ര കഠിനമായി പരിശീലിപ്പിച്ചതെന്ന് അവൾക്കറിയാം. പക്ഷേ ഒരിക്കലും താൻ സ്നേഹിക്കപ്പെടുന്നുവെന്ന തോന്നൽ ഉണ്ടായിരുന്നില്ലെന്ന് അവൾ പറയുന്നു. അപ്പോൾ വൂജിൻ അവളോട് ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്നും ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് നോക്കണമെന്നും പറയുന്നു. ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടല്ലോ, അത് ഞാനാണ് എന്നവൻ തുറന്നു സമ്മതിക്കുന്നു. അവൻ തന്റെ കൈ നീട്ടുമ്പോൾ ജിയാൻ അത് നിരസിക്കുന്നില്ല. ഇരുവരും കൈകോർത്ത് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് യോങ്ങും സംഘവും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പഴയ നാവികൻ പറഞ്ഞതിനാൽ വൂജിനാണ് അവരുടെ തോക്കുകൾ എടുത്ത ആളെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ജിയാനെയും വൂജിനെയും ഒരുമിച്ച് കൊല്ലാൻ കഴിഞ്ഞാൽ രണ്ട് കാര്യവും ഒരുമിച്ച് തീരും എന്ന സന്തോഷത്തിലാണ് അവർ. പക്ഷേ ജിയാൻ അവരെ അത്ര എളുപ്പത്തിൽ വിജയിക്കാൻ അനുവദിക്കുന്നില്ല. അവളും വൂജിനും ഓടി വീട്ടിലെത്തുന്നു. ജിയാൻ ഒരു സ്ഫോടക കെണി പ്രവർത്തിപ്പിച്ച് ഒരാളെ ഉടൻ തന്നെ കൊല്ലുന്നു. ശേഷം അവൾ വൂജിനെ തന്റെ രഹസ്യ നിരീക്ഷണ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു തോക്ക് കയ്യിലെടുക്കുന്നു. യോങ്ങും അവന്റെ കൂട്ടാളികളും വീടിനുള്ളിൽ കടക്കുന്നു. ജിയാൻ ഒരു ഇരുമ്പ് ഫുഡ് ക്ലാമ്പ് ഉപയോഗിച്ച് കൂട്ടാളിയെ കൊടുക്കുന്നു. യോങ് അവരിലേക്ക് എത്താനൊരുങ്ങുന്ന നിമിഷം പെട്ടെന്ന് ആരോ വെടിയുതിർക്കുന്നു.
യോങ്ങിനെയും അവന്റെ കൂട്ടാളിയെയും വെടിവെച്ച് വീഴ്ത്തിയ ശേഷം വാതിൽ തുറന്ന് അകത്തേക്ക് നടന്നു വരുന്ന ആളെ കണ്ട ജിയാൻ അമ്പരന്ന് പോവുകയാണ്. അത് മറ്റാരുമല്ല, മിൻഹിയായിരുന്നു. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.